മൂകാംബികയിലാണ് കേട്ടോ. ഇന്നലത്തെ ഗരീബ് രഥ്, അതായത് വ്യാഴാഴ്ച വരുന്ന ഗരീബ് രഥിനകത്ത് വന്നതാണ്. അത് രാവിലെ 10:30 കായംകുളത്ത് വിട്ട് രാത്രി 10:30 ആകുമ്പോൾ നമ്മുടെ കൊല്ലൂർ മൂകാംബികയിലെത്തും. കൊല്ലൂർ മൂകാംബികയല്ല, ബൈന്ദൂർ മൂകാംബിക. ഓക്കെ, അപ്പോൾ എൻ്റെ കൂടെ സിന്ധുണ്ട്, മോളുണ്ട്, പിന്നെ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടുണ്ട്, ടീച്ചറും. ഓക്കെ, ഇപ്പോൾ സമയം 4:50, ആളേ ഇല്ല. ഓക്കെ, ഇപ്പോൾ ഇന്ന് രാത്രി വന്നിട്ട് ഉറങ്ങിയതേ ഇല്ല കേട്ടോ, ഒട്ടും ഉറങ്ങിയില്ല, തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. അപ്പോൾ രാവിലെ അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവരെല്ലാം അങ്ങനെ ഉറങ്ങുക, അവിടെ പോയി കുറേ നേരം ഇരിക്കാം. ഞങ്ങൾക്ക് വൈകിട്ട് മാവേലിക്ക് അങ്ങോട്ട് ട്രെയിനുണ്ട്. വണ്ടികളൊക്കെ കിടക്കുന്നുണ്ടോ, നല്ല തിരക്കാണ്. ഓക്കെ, അമ്പലം തുറന്നും തോന്നും. സാറിന് 5 മണിയാണ് ടൈം കാണിക്കുന്നത്, ഇപ്പോൾ 4:50 ആകും. ഓക്കെ, നല്ല ക്യൂ ഉണ്ട്. അപ്പോൾ അമ്പലം തുറന്നില്ല, തുറക്കാൻ പോകുന്നേ ഉള്ളൂ. അവിടെ ദീപം കത്തിക്കുന്നതേ ഉള്ളൂ. അമ്പലം തുറക്കാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ നല്ല ക്യൂ ഉണ്ട്. അമ്പലം തുറന്നു. ഇപ്പം ഞാൻ അകത്ത് കയറി തൊഴുതിട്ടിറങ്ങി. നല്ല തിരക്കുണ്ട്, ഇപ്പോഴും നല്ല ക്യൂ ആയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇവിടെ കുട്ടികളെ എഴുത്തിൻ്റെതാനും നല്ല തിരക്കാണ്. ഈ സീസൺ സമയമാണ്, ഇപ്പോൾ വെക്കേഷൻ സമയമല്ലേ. അങ്ങനെ ക്യൂ അമ്പലത്തിൻ്റെ ചുറ്റും കഴിഞ്ഞിട്ട് ഞാൻ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്ക് വരെ വന്നു. ഇനിയിപ്പോൾ ഈ ക്യൂ അങ്ങ് വെളിയിലോട്ട് പോകും ഗേറ്റ് കഴിഞ്ഞിട്ട്. ഈ ഫാമിലി ഞങ്ങളുടെ കൂടെ ട്രെയിനകത്തുണ്ടായിരുന്നു കേട്ടോ. ഈ മോളും നല്ല മിടുക്കിയ മോളാണ്, ഒരു ഹരിപ്പാട്ടുകാരാ. അപ്പോൾ ഈ മോളെ എഴുത്തിൻ്റെ വന്നായിരുന്നു. ഞാൻ എൻ്റെ കുറച്ച് ഫോട്ടോസ് എടുത്തായിരുന്നു. അതായത് ഞാനിപ്പോൾ വന്നിട്ട് 2 മണിക്കൂറായി, ഇപ്പം 7 മണിയായി. എൻ്റെ കൂടെ ഉള്ളവരാരും വന്നിട്ടില്ല ഇതുവരെ. നല്ല മഴയുണ്ട്, ഇപ്പോൾ എത്തും എല്ലാവരും. ഇതാ വന്നു. അങ്ങനെ ഞാൻ രണ്ടാമത് വീണ്ടും ഒന്നിടത്ത് കയറി തൊഴുതിട്ടിറങ്ങിയപ്പോഴത്തേക്ക് ശിവേലിയായി. ഇനിയിപ്പം ഒരു 8:30 ആവാതെ അങ്ങോട്ട് അമ്പലത്തിനകത്തോട്ട് കയറാൻ പറ്റത്തില്ല. അപ്പോൾ 8:30 ആയപ്പോഴേ ഞങ്ങൾ തൊഴുതിറങ്ങി. അപ്പം ഞാൻ ലാസ്റ്റ് മാർച്ച് മാസത്തിലാണ് വന്നിട്ട് പോയത്. അപ്പം ഞങ്ങൾ സ്ഥിരം താമസിക്കുന്ന ശ്രീരാമകൃഷ്ണ റെസിഡൻസിലാണ് ഇപ്രാവശ്യവും താമസിച്ചത്.